2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് കേരളത്തിൽ UDF എന്ന രാഷ്ട്രീയ മുന്നണി നേടിയത്. ഒരു പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഒരു മിന്നും വിജയം നേടി അധികാരത്തിലേക്ക് UDF തിരികെ എത്തുമ്പോൾ UDFിലെ ഘടകകക്ഷികളിൽ 7 കക്ഷികൾക്കാണ് നിയമസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതാണ്. എന്നാൽ ഈ വസ്തുത കണക്കിലെടുക്കാതെയാണ് മന്ത്രിസഭാ രൂപീകരണ സമയത്ത് ഇതിൽ 6 കക്ഷികൾക്ക് മാത്രം മന്ത്രിസഭയിൽ പ്രാതിനിധ്യം അനുവദിക്കുക എന്ന തീരുമാനത്തിലേക്ക് UDF നേതൃത്വം എത്തിയത്. ഇത്തരത്തിൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാതെ പോയ കക്ഷിയുടെ പേര് KDP എന്നാണ്, കേരള ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ്. ഇത്തരത്തിൽ അവസരം ആദ്യഘട്ടത്തിൽ നിഷേധിക്കപ്പെട്ട നേതാവിൻ്റെ പേര് മാണി സി കാപ്പൻ എന്നാണ്. മാണി സി കാപ്പൻ ഇപ്പോൾ പാലായുടെ MLA ആണ്. എന്നാൽ മാണി സി കാപ്പനെ ചേർത്ത് നിർത്തുവാനും അദ്ദേഹത്തിനെ നിർണായക പദവിയിലേക്ക് എത്തിക്കുവാനുമുള്ള തീരുമാനം UDF നേതൃത്വം ഇതിനോടകം തന്നെ കൈക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും എന്തുകൊണ്ട് മാണി സി കാപ്പൻ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടു, ഏതു പദവിയാണ് UDF അദ്ദേഹത്തിന് ഇതിന് പകരമായി നൽകാൻ പോകുന്നത് എന്നീ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നതിനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് UDFിൻ്റെ ഒരു ഘടനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDFിൽ സ്ഥിരാംഗങ്ങളായിട്ടുള്ളത് 8 കക്ഷികളാണ്. ഇതിൽ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നതും ഏറ്റവും അധികം MLAമാരുള്ള കക്ഷിയും കോൺഗ്രസ് തന്നെയാണ്. രണ്ടാമത്തെ കക്ഷി മുസ്ലിം ലീഗാണ്. മൂന്നാമത്തെ കക്ഷി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും നാലാമത്തെ കക്ഷി RSPയുമാണ്. ഈ 4 കക്ഷികൾക്ക് മാത്രമാണ് നിയമസഭയിലേക്ക് ഒന്നിലധികം പ്രതിനിധികളെ വിജയിപ്പിച്ചെത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നീടുള്ള 4 കക്ഷികൾ ചെറു കക്ഷികളാണ്. ഇവയിൽ 3 കക്ഷികൾക്ക് നിയമസഭയിലേക്ക് ഓരോ അംഗങ്ങളെ വീതം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. നാലാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഫോർവേഡ് ബ്ലോക്കിന് മത്സരിക്കുവാൻ UDF സീറ്റ് അനുവദിച്ചിരുന്നില്ല. ഇനി നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള ചെറുകക്ഷികൾ ഏതൊക്കെയാണ് എന്ന് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് നേതാവായിരുന്നു TN ജേക്കബ് രൂപീകരിച്ച കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ മകനായ അനൂപ് ജേക്കബാണ്. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് CMP ആണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ MV രാഘവൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് ഗതാഗത മന്ത്രിയായിട്ടുള്ള സീനിയർ നേതാവ് CP ജോണാണ്. മൂന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് KDP ആണ്. കേരള ഡെമോക്രാറ്റിക് പാർട്ടി. മാണി സി കാപ്പനാണ് ഈ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ടായിരിക്കാം മാണി സി കാപ്പൻ ആദ്യഘട്ടത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിൽ അവഗണിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. അത് മാണി സി കാപ്പൻ്റെ വ്യക്തിപരമായ എന്തെങ്കിലും പോരായ്മ കൊണ്ടോ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഏതെങ്കിലും ഒരു നിലപാട് കൊണ്ടോ അല്ല. നേരെ മറിച്ച് UDF എന്ന രാഷ്ട്രീയ സംവിധാനം എല്ലാ കാലഘട്ടത്തിലും ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി മന്ത്രിസഭാ രൂപീകരണത്തിലും ടിക്കറ്റ് വിതരണത്തിലും അടക്കം പുലർത്തിപ്പോന്നിരുന്നു. KPCC ഭാരവാഹിത്വത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസും ഈ ഒരു സന്തുലിതാവസ്ഥ കണക്കിലെടുക്കാറുണ്ട്. ഇത്തരത്തിലെല്ലാം ബാലൻസ് ചെയ്യുവാനുള്ള ചില ശ്രമങ്ങളുടെ ഫലമായും കോൺഗ്രസിന് അധിക പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഉറപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടുമാണ് മാണി സി കാപ്പന് ആദ്യഘട്ടത്തിൽ മന്ത്രിസഭയിൽ ഇടം പിടിക്കുവാൻ കഴിയാതെ പോയത്. നമുക്കറിയാം UDFിനെ സംബന്ധിച്ച് ഈ സമീപകാലങ്ങളിലെല്ലാം അവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന് ലഭിക്കാറുണ്ടായിരുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ 11 മന്ത്രി പദവികളായിരുന്നു. എന്നാൽ ഇത്തവണ സ്വതന്ത്രർ ഉൾപ്പെടെ 63 പേരെ നിയമസഭയിലേക്ക് എത്തിച്ച കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രി പദവികൾ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ നേതൃത്വവും എത്തിച്ചേരുകയായിരുന്നു. നമുക്കറിയാം മന്ത്രിസഭയിലെ അംഗങ്ങളുടെ പരിധി നിശ്ചയിച്ചിരിക്കുന്നതും നിയമസഭയിലെ ആകെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ആകെ അംഗസംഖ്യയായ 140ൻ്റെ 15% മാത്രം മന്ത്രിമാരെ കേരള നിയമസഭയിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഒരു മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന പരമാവധി മന്ത്രിമാരുടെ എണ്ണം 21 ആണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ കോൺഗ്രസ് 12 മന്ത്രിസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ പിന്നീട് ബാക്കിയുള്ളത് 8 മന്ത്രിസ്ഥാനങ്ങൾ മാത്രമാണ്. ഇതിൽ 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് എടുക്കുകയായിരുന്നു. പിന്നീട് ജോസഫ് ഗ്രൂപ്പിനും CMPക്കും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനുമാണ് ഓരോ മന്ത്രി പദവികൾ ലഭിച്ചത്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബും KDPയിലെ മാണി സി കാപ്പനും തമ്മിൽ 2.5 വർഷക്കാലം വീതം മന്ത്രി പദവി വീതം വെക്കുക എന്ന ഫോർമുലയുമായിട്ടാണ് UDF മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടന്നത്. ഒറ്റകക്ഷിയായിട്ടുള്ള CMPക്ക് ഫുൾ ടേം കൊടുക്കുമ്പോൾ മറ്റ് 2 പേർക്കും എന്തുകൊണ്ട് ഇത്തരത്തിലൊരവസരം നിഷേധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും UDF ഒരു ന്യായീകരണം നിരത്തുന്നുണ്ട്. വളരെയധികം സീനിയറായിട്ടുണ്ടായിരുന്ന CPMൽ വലിയ സാധ്യതകൾ രാഷ്ട്രീയമായി ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിലാണ് MV രാഘവനൊപ്പം CP ജോൺ എന്ന നേതാവ് UDFിലേക്ക് ചേക്കേറിയത്. അന്നു തൊട്ട് ഇന്ന് വരെ UDFിൻ്റെ പ്രധാന ബുദ്ധി കേന്ദ്രങ്ങളിലൊന്നായി നിലകൊള്ളുവാനും ഈ മുന്നണിയോട് അചഞ്ചലമായ കൂറ് പുലർത്തുവാനും CP ജോണ് സാധിച്ചിട്ടുണ്ട്.
പലവട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള CP ജോണിന് ഇത് നിയമസഭയിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുള്ള ആദ്യ അവസരമാണ്. CP ജോണിൻ്റെ സീനിയോറിറ്റിയും മുന്നണിയിലെ ഒരു പ്രാധാന്യവും കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഫുൾ ടേം അനുവദിക്കുവാൻ തീരുമാനിക്കുകയും പിന്നീടുള്ള ഒരു മന്ത്രിസ്ഥാനം മാണി സി കാപ്പനും അനൂപ് ജേക്കബും തമ്മിൽ വീതം വെക്കുവാൻ തീരുമാനിക്കുകയുമായിരുന്നു UDF മുന്നണി. ഇവിടെ തന്നെ എന്തുകൊണ്ട് അനൂപ് ജേക്കബിന് ആദ്യ ടേമിൽ അവസരം ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവിടെയും ചില സാമുദായിക സമവാക്യങ്ങൾ തന്നെയാണ് പ്രാധാന്യം വഹിച്ചത്. അതായത് UDFനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ കോൺഗ്രസ് പ്രതിനിധികളായി 2 സിറിയൻ കത്തോലിക്കർ അല്ലെങ്കിൽ റോമൻ കത്തോലിക്കരാണ് ഇടം പിടിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല. ഇതിനു പുറമെ സിറിയൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് മോൻസ് ജോസഫ് മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കത്തോലിക്ക ഇതര വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രിയെ തന്നെ വേണം ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുക എന്ന ഒരു താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിനും UDF നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. മാണി സി കാപ്പൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവായിരുന്നതിനാൽ അതോടുകൂടി അദ്ദേഹത്തിന് മേൽ പരിഗണന അനൂപ് ജേക്കബിന് ഇവിടെ ലഭിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കാപ്പന് 2ാം ടേമിലേക്ക് അവസരം മാറ്റിവെച്ചത്. എന്നാൽ ഇത്തരത്തിൽ ആദ്യ ടേമിൽ അവസരം നിഷേധിക്കപ്പെട്ട മാണി സി കാപ്പനെ കൈവിടുകയില്ല എന്ന കൃത്യമായ ഉറപ്പ് UDFൻ്റെ നേതൃത്വവും കോൺഗ്രസിൻ്റെ നേതൃത്വവും മന്ത്രിസഭാ രൂപീകരണ സമയത്ത് തന്നെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി VD സതീശൻ തന്നെ വ്യക്തിപരമായി കാപ്പനെ കൈവിടുകയില്ല എന്നും നിർണായക പദവി നൽകി മാന്യമായ അക്കോമഡേഷൻ നൽകി ആദ്യ 2.5 വർഷക്കാലം അദ്ദേഹത്തെ ചേർത്ത് നിൽക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ടുള്ള 2 മാസക്കാലം കാര്യക്ഷമമായ ചർച്ചകളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് UDFൻ്റെ വിജയത്തിന് ശേഷം ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ യോഗം UDF മുന്നണി എന്ന നിലയിൽ ചേർന്നിരുന്നില്ല എന്നതാണ്. KPCCക്ക് മുഴുവൻ സമയ അധ്യക്ഷൻ വന്നതിന് ശേഷമാകാം യോഗം എന്ന ഒരു തീരുമാനം കോൺഗ്രസിനുള്ളിൽ അനൗപചാരികമായി രൂപപ്പെട്ടിരുന്നു. എന്നാൽ KPCC അധ്യക്ഷൻ വൈകുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ UDF യോഗം ചേരുകയും അത്തരത്തിൽ ചേർന്ന ആദ്യ UDF യോഗത്തിൽ, അതായത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ചേർന്ന ആദ്യ UDF യോഗത്തിൽ തന്നെ കാപ്പൻ്റെ പദവിയുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനം ഉണ്ടാകുകയും ചെയ്തിരുന്നു. മാണി സി കാപ്പന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹത്തിൻ്റെ പദവിയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ് യോഗത്തെ അറിയിച്ചത്. മാണി സി കാപ്പൻ ആവശ്യപ്പെടുന്നത് ക്യാബിനറ്റ് റാങ്കോട് കൂടിയ ഒരു അക്കോമഡേഷനാണ്. അതുതന്നെ അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിർണായക തീരുമാനം എടുത്തുവെന്നും കാപ്പന് ക്യാബിനറ്റ് റാങ്ക് നൽകുന്നതിന് എതിർപ്പില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ അറിയിച്ചുവെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും മാണി സി കാപ്പന് ഏതു പദവിയായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടും ചില ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പുറത്തേക്ക് വരുന്ന വാർത്തയനുസരിച്ച് മാണി സി കാപ്പനെ UDF പരിഗണിക്കുന്നത് നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കാണ്. ക്യാബിനറ്റ് പദവി കൂടി നൽകിക്കൊണ്ടായിരിക്കും കാപ്പന് UDF ഈ സ്ഥാനം അനുവദിക്കുക. 2021-26 കാലഘട്ടത്തിൽ 2016-21 കാലഘട്ടത്തിൽ ഇടതു മന്ത്രിസഭയിലെ കാലഘട്ടത്തിൽ സ്പീക്കറായിരുന്ന N ശ്രീരാമകൃഷ്ണനാണ് ഈ പദവി അലങ്കരിച്ച നേതാവ്. 2.5 വർഷക്കാലത്തേക്കായിരിക്കും കാപ്പന് ഈ നിയമനം നൽകുക. അതിനുശേഷം മാണി സി കാപ്പൻ മന്ത്രി പദവിയിലേക്ക് എത്തുന്നതോടുകൂടി അന്ന് സ്ഥാനമൊഴിയുന്ന മന്ത്രിയായ അനൂപ് ജേക്കബ് ഇതിന് പകരമായി നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കുമെന്നുമാണ് അറിയുവാൻ കഴിയുന്നത്. മാണി സി കാപ്പനെ സംബന്ധിച്ചിടത്തോളം ക്യാബിനറ്റ് പദവിയോടുകൂടി നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ അതൊരു വലിയ നേട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലമായിട്ടുള്ള പാലായ്ക്കും ഏറെ അഭിമാനിക്കാനുണ്ട്. മാണി സി കാപ്പൻ്റെ മന്ത്രിസഭയുടെ ഭാഗമായിട്ടല്ലെങ്കിൽ കൂടിയും ക്യാബിനറ്റ് പദവിയോടുകൂടി ഈ സർക്കാരിൻ്റെ ഭാഗമായി ഉള്ള ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് പാലായ്ക്ക് വലിയ രീതിയിൽ വികസന സാധ്യതകൾ തുറക്കുമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പാലക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ കാലത്ത് അവിടെ മാണി സി കാപ്പന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുവാനെത്തിയ VD സതീശൻ തന്നെ കാപ്പൻ മന്ത്രിസഭ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനത്തുണ്ടാകുമെന്ന പ്രഖ്യാപനം ജനങ്ങളോട് നടത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ മാണി സി കാപ്പന് ഏറ്റവും മാന്യമായ പദവി അനുവദിക്കുവാൻ സർക്കാരിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ ചേർത്ത് നിർത്തുവാൻ തീരുമാനമെടുക്കുമ്പോൾ അത് പാലായ്ക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരം കൂടിയായിരിക്കും എന്ന കാര്യത്തിലും തർക്കം വേണ്ട. ഇപ്പോൾ മാണി സി കാപ്പന് ലഭിക്കുവാൻ പോകുന്ന പദവികളുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ഊഹാപോഹങ്ങൾ ഇതാണ്. രാഷ്ട്രീയ വൃത്തങ്ങളിലെ ചർച്ചകൾ ഇതാണ്. ഈ വിശദാംശങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.